കണ്ണൂർ ജില്ലാ കലോത്സവം ചരിത്ര നഗരിയായ പയ്യന്നൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അൻവിതയാണ്. അൻവിത 2 ഇനങ്ങളിലാണ് മത്സരിച്ചിരിക്കുന്നത്. ഇതിൽ നാടോടി നൃത്തത്തിൽ 1ാം സ്ഥാനവും എ ഗ്രേഡും ലഭിച്ചിട്ടുണ്ട്. അൻവിതയുടെ വിശേഷങ്ങൾ നമുക്ക് അവളോട് തന്നെ ചോദിക്കാം. അൻവിത, നമസ്കാരം. അല്ലേ, മോള് ഏതൊക്കെ ഇനത്തിലാണ് മത്സരിച്ചത്? ഭരതനാട്യത്തിലും നാടോടിനൃത്തത്തിലും. ഇപ്പോൾ ഏതിലാണ് നമുക്ക് സംസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് കിട്ടിയത്? നാടോടി നൃത്തത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് അല്ലേ? ഭരതനാട്യത്തിൽ എന്തായിരുന്നു റിസൾട്ട്? എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്ര കാലമായി അൻവിത നൃത്തം അഭ്യസിക്കാൻ തുടങ്ങിയിട്ട്? 9 വർഷമായി നൃത്തം പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എത്രാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയത്? LKG തുടങ്ങി, ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്ത് പിന്നെ LKG മുതൽ നൃത്തം അഭ്യസിക്കുന്നുണ്ട്. ഇപ്പോൾ 1ാം സ്ഥാനം കിട്ടുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ആരാണ് അൻവിത ഗുരുനാഥൻ? ആരാണ് ഗുരുക്കന്മാര്? അമ്പിളി ടീച്ചർ, ശിവമാഷൻ. ഇവരുടെ സ്ഥലം എവിടെയാ? പേരാവൂരാണ്. അല്ലേ? മോളെ വീട് എവിടെയാണ്? കണ്ണൂർ വെള്ളച്ചാല അല്ലേ? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് വന്നു. ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ാം ക്ലാസ്. 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴും മത്സരിക്കില്ല? തീർച്ചയായും. കാരണം ചില കുട്ടികൾ നമ്മൾ 9ാം ക്ലാസ് വരെ നിങ്ങളുടെ ജോറായിട്ട് പോകും. 10ാം ക്ലാസ് പഠിത്തത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പൊ വീട്ടിലാരൊക്കെയാ ഉള്ളത്? അമ്മ, അച്ഛൻ, അമ്മമ്മ, അനിയത്തി, ഞാൻ. അനിയത്തിക്ക് എത്ര വയസ്സായി? ഇപ്പം 7 വയസ്സ്, 1ാം ക്ലാസ്. അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു? അച്ഛൻ സിവിൽ എഞ്ചിനീയറാണ്. പിന്നെ അമ്മ ചെറിയൊരു ബിസിനസ്. അമ്മ ബിസിനസ് ആക്കുന്നുണ്ട്. വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഈ കലാപരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അമ്മ ഡാൻസ് കളിക്കുമായിരുന്നു. അച്ഛനും സിനിമാറ്റിക് ബ്രേക്ക് അങ്ങനെ കളിക്കുമായിരുന്നു. ഒക്കെ ചെയ്യായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ സംസ്ഥാനത്തേക്ക് പോവുക അല്ലേ? ജില്ലാതലത്തിൽ തന്നെ വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്? കുറച്ചുകൂടി പെർഫെക്ഷൻ വരുത്താൻ നോക്കും തീർച്ചയായും ഡാൻസിൽ. ഈ നാടോടി നൃത്ത മത്സരം എന്ന് പറയുന്നത് വളരെ വാശിയേറിയ മത്സരമായിരുന്നു. ഏതാണ് ഇത് തീം സെലക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഈ പാട്ടിനൊരു പ്രത്യേക തീം ഉണ്ടാവില്ല. ഏതായിരുന്നു ഇത്? എൻ്റെ ഒരു തെയ്യത്തിൻ്റെ തീമിൽ വരുന്നത്. തെയ്യത്തിന് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂരുകാരെന്ന് പറയുമ്പം തെയ്യത്തിൻ്റെ അല്ലേ? ഏത് തെയ്യത്തിൻ്റെ ആണ്? അതിപ്പം അത് പണ്ടൊരു കഥ പറച്ചതായിട്ട്. പണ്ടൊരു പെൺകുട്ടി അവൾ ചെയ്യാത്തൊരു കുറ്റത്തിന് അപവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് അവളുടെ തലയിൽ കൊണ്ടേ വെച്ചു. അവൾ ചെയ്യാത്ത കുറേ കാര്യത്തിന്. അപ്പം അത് വലിയൊരു കുറ്റമായിട്ട് ലാസ്റ്റ് അവളെ ശിക്ഷിക്കാൻ പറഞ്ഞു നാടുവാഴി. അപ്പം അവളുടെ നെഞ്ചിലും മുഖത്തും ഒക്കെ ചോറ് പറ്റിച്ച് വെച്ചിട്ട് തീ കൊളുത്തിട്ട് വിടാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അവളെ എരിഞ്ഞ് മരിച്ച് പിന്നെയും പുനർജന്മം കൊള്ളുന്നത് തെയ്യായിട്ടാണ്. അപ്പം ആ ഒരു തീമിലുള്ള പൂമാത് പൊന്നമ്മ എന്ന് പറഞ്ഞൊരു പൂമാത് പൊന്നമ്മ എന്ന് പറയുന്ന തെയ്യത്തിൻ്റെ കഥ നാടോടി നൃത്തത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ കൊച്ചുമിടുക്കി സമ്മാനം നേടിയിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന കലോത്സവം എവിടെയാണ് നടക്കുന്നതെന്ന് അറിയാമോ? തിരുവനന്തപുരത്ത്. അതെ, തിരുവനന്തപുരത്ത് നിന്ന് സമ്മാനവുമായി അൻവിത മടങ്ങും. എന്തായാലും തെയ്യത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് തെയ്യത്തെക്കുറിച്ചുള്ള ആ നൃത്തം അവതരിപ്പിച്ചുകൊണ്ട് 1ാം സ്ഥാനവുമായി അൻവിത കണ്ണൂരിലേക്ക് എത്തട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.